അപ്പോൾ ഗെയ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചക്ക കൊണ്ടൊരു ഹലുവ ഉണ്ടാക്കിയാട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ചക്കലുവ വാങ്ങിയിട്ടില്ല, ഇതിലേറെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിക്കണം. അരിപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിക്കണം കേട്ടോ. നല്ല സോഫ്റ്റിന് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റിനും നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ചക്കലുവ വാങ്ങൂലേ, അതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ. ഇതിപ്പോൾ തണുത്തിട്ട് ഞാൻ മുറിച്ചെടുത്താണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മെനക്കെട്ട് കേട്ടോ. വെറുതെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് നേരം നമ്മൾ മെനക്കെട്ട് 2 മണിക്കൂർ നേരം നമ്മൾ മെനക്കെട്ടുങ്ങാണ്ട് വിരകന്നെ വേണ്ടി വരും. കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാം. നമ്മൾ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വിളിക്കേണ്ടി വരും കേട്ടോ. അതാണ് ചക്കലുവ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. വലിയ ചെമ്പിലൊക്കെ നമ്മളെ ആളെ വിളിച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ ചക്കലുവയൊക്കെ ഉണ്ടാക്കിയിട്ട് മുറിച്ചെടുത്താട്ടോ. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് എത്ര കാലമാണ് ഇത് ഉപയോഗിച്ചിട്ടത്. ഇതിപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് വെച്ചത്, നാളെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മളിതിൽ കെമിക്കലൊന്നും ചേർക്കണില്ലല്ലോ, ഒറിജിനൽ സാധനമല്ലേ ചേർക്കണം. ഇത് കേടാകാൻ സാധ്യതയില്ല, എന്നാലും ഞാൻ കേടായെങ്കിലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ. അങ്ങനെ ഗെയ്സ്, ചക്കലുവ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ചക്കലുവ തിന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലേ ആ ബെല്ലൈക്കനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ആ ഹോൾ എന്ന ഇതിലൊന്ന് അമർത്തിയിട്ടേ നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് കൊണ്ടു. അതിന് ഞാനേ ഒരു ചക്കച്ചോള കുറച്ച് നല്ല വരിക്കച്ചക്ക തന്നെ എടുക്കണം കേട്ടോ. നിങ്ങൾ വരിക്കച്ചക്ക ഉണ്ടാവും, തേൻ വരിക്ക എന്ന് പറയണേ, നല്ല മധുരമുള്ള ചക്ക കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിൽ നമ്മളതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ. എളുപ്പം അരിയുന്നുണ്ടാവും ചക്ക, വേഗം അരിയും. അധികം വെള്ളം ഒഴിച്ചേ, വെള്ളം ഏറിയാൽ പിന്നെ വറ്റി കിട്ടാൻ വേണ്ടി. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചക്ക എടുത്തിട്ടുണ്ട്. നോക്കിയിട്ടില്ല, 1/2 കിലോ ഉണ്ടാവും. അങ്ങനെ മിക്സിയിലൊക്കെ അത് നന്നായി അടിച്ചെടുത്തിട്ടോ. ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ലോണം അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി, ഞാൻ അരിപ്പൊടി കേട്ടോ ചേർക്കുന്നത്. പാല് കുറച്ച് ചേർക്കണം കേട്ടോ. പശുവും പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് ഉണ്ട് ഇതിലേക്ക്. പിന്നെ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം എല്ലാം പാടെ. അങ്ങനെ ഇതിൻ്റെ കട്ടയൊക്കെ നല്ലോണം, ഇപ്പോൾ ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഫ്ലെയിമൊന്നും ചൂടാക്കിയിട്ടില്ല. ഞാൻ ഗ്യാസിന്മേലാണ് വിരകണത്. കറണ്ട് അടുപ്പിന്മേൽ വിരകിയാൽ ശരിയാവില്ല, കരിഞ്ഞ് പിടിച്ചോളും. ഗ്യാസിന്മേൽ നമുക്ക് ഫ്ലെയിമൊക്കെ ചെറുതാക്കി നോർമലാക്കാമല്ലോ. അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അരിപ്പൊടി ഇട്ട് കൊടുത്തു, തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്തു, ചക്കി ഇട്ട് കൊടുത്തു, പശുവും പാൽ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് അരിപ്പൊടി, 1 ഗ്ലാസ് അരിപ്പൊടി കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തുക്കണത്. 1 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ്. നമ്മൾ വറുത്ത് പൊടിച്ച പത്തിരിക്കൊക്കെ ഉണ്ടാക്കിയ അരിപ്പൊടി വീട്ടിലുണ്ടാവുമല്ലോ, ആ പൊടി എടുത്താൽ മതി കേട്ടോ. ചിലവരൊക്കെ ഗോതമ്പ് പൊടി എടുക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോഴാണ് ഞാൻ അരിപ്പൊടി ആട്ടോ എടുത്തത്. അരിപ്പൊടി എടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ അരിപ്പൊടിയും ശർക്കരയും ചക്കയും പാലും തേങ്ങാപ്പാലും ഏലക്കായും ഒക്കെ ആകുമ്പോഴേ ഇനി നമുക്കേ ഒരു 4 ശർക്കര, ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. മധുരം, ചക്ക നല്ല മധുരം ഉണ്ടാവുകൊണ്ട് അധികം ഇടേണ്ട ആവശ്യമില്ല. ലേശം വെള്ളം ഒഴിച്ചാണ് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് അരിച്ചെടുക്കാം, ഇതിൻ്റെ കല്ലൊക്കെ കളഞ്ഞത്. അങ്ങനെ ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കാം നമുക്ക്. അങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ. അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൂടി ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗെയ്സ് നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടി, ഒരു 4 ശർക്കര, 1/2 കിലോ ശർക്കര ഉണ്ടാവും, ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, 1.5 ഗ്ലാസ് പാൽ, പശുവും പാൽ, ഇതൊക്കെ കൂടെ അതിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആ ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇനി കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ആദ്യം തള വരുവോളം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അങ്ങനെ കൈ എടുക്കാതെ തള വരുവോളം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കായിരിക്കും. നമുക്ക് ഇളക്കി കൊടുത്താലോ, തള വരട്ടെ. ലേശം ഉപ്പിടാൻ മറക്കുക കേട്ടോ, ഞാൻ ഉപ്പിടുന്നത് കാണിച്ചിട്ടില്ല അതിൽ. അപ്പോൾ ഗെയ്സ് ഈ പാകമാവുമ്പോഴേ തിളച്ചിട്ടൊന്നും പറ്റിയല്ലോ. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കട്ടോ. എന്നല്ല പൊട്ടിത്തെറിക്കൽ തുടങ്ങി കേട്ടോ. കൈമൊക്കെ പൊട്ടിത്തെറിക്കണം, നിങ്ങൾ നോക്കണം. കൈയൊക്കെ പൊള്ളി, മുഖമൊക്കെ പൊള്ളും. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ മറച്ച് പിടിച്ചിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മുഖത്തേക്കൊന്നും ആവില്ല. ഞാനത് ചെയ്ത് ഫ്ലെയിം നല്ലോണം ചെറുതാക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലാക്കണം. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ കൈമൊക്കെ ആകെ പൊള്ളി വരും, ചൂട് കൊടുക്കാനെ പൊട്ടിത്തെറിച്ചാലേ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് ഇങ്ങനെ മറച്ച് പിടിച്ചിട്ടാണ് ഇളക്കി കൊടുത്തത് കേട്ടോ. അങ്ങനെ കാട്ടിയമ്മ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മുഖത്തേക്കൊന്നും തെറിക്കില്ല. മുഖത്തേക്കൊക്കെ തെറിച്ചാൽ കണ്ണൂടി പൊട്ടും. ഇനി ഇത് നല്ലോണം തുടരെ ഇളക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി പൊട്ടിത്തെറിക്കണ പ്രായമായിക്കണം. ഇപ്പോൾ ഒരു 1/2 ഭാഗം ആയിക്കണം. ഇനി 1/2 ഭാഗം കൂടി ഉണ്ട് കേട്ടോ വറ്റാൻ. ഇനി ചെറിയ ഇതിൽ കടന്നിട്ട് ആ എണ്ണയിലും നെയ്യിലും കടന്നിട്ട് അങ്ങോട്ട് മൂത്ത് കിട്ടണം. 2 മണിക്കൂർ നേരം വേണത് ഉണ്ടാക്കണമെങ്കിൽ. കുറച്ച് മെനക്കെടാണ്, ഉണ്ടാക്കി കിട്ടിയാലോ നല്ല അടിപൊളി സാധനം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ചക്ക ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ, പാകമായി വരുന്നുണ്ട്. ഒരു 3/4 ഭാഗമൊക്കെ ആകാനായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ലോ ഫ്ലെയിം ആക്കിയിട്ടേ, ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഇടയ്ക്കോരോന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്ക് പിടിക്കൊന്നുമില്ല. എന്താ വെച്ചാൽ ആ ഓയിലും അതും കടന്നിട്ട് അതിൽ അങ്ങനെ കടന്നിട്ടേ പതുക്കെ തീയും അല്ലാതെ കൂട്ടത് കരിഞ്ഞു പോകും. അതതിൽ കടന്നിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. ഞാനൊരു പാകമാണ്. ഇപ്പോൾ പൊട്ടിത്തെറിക്കലൊക്കെ നിന്നു, ഇനി വല്ലാതെ പൊട്ടിത്തെറിക്കില്ല. ഇനി അതായി കടന്നിട്ട് മൂത്തിട്ടേ നമ്മളൊരു വാഴൻ്റെ ഇല എടുത്തിട്ടൊന്ന് ഇങ്ങോട്ട് തൊട്ട് നോക്കി, അതിമ ഒട്ടരുത്. അതാണ് അതിൻ്റെ ഒരു പാകം. വാഴൻ്റെ ഇലയായിട്ട് നമ്മൾ തൊടുമ്പോൾ അതിമ ഒട്ടാതിരിക്കണം, അതാണ് അതിൻ്റെ പാകം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇനി. അങ്ങനെ ഗെയ്സ്, ചക്കൻ്റെ സീസണിൽ ഇപ്പോൾ ചക്കയൊക്കെ നല്ലോണം വീട്ടിലുണ്ടെങ്കിൽ ചക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാം, ചക്ക ഹലുവ ഉണ്ടാക്കാം, ചക്ക കൊണ്ട് അട ഉണ്ടാക്കാം, എല്ലാ സാധനവും ഉണ്ടാക്കാം കേട്ടോ. ചക്ക വരട്ടുണ്ടാക്കാം, ചക്ക പ്രഥമ ഉണ്ടാക്കാം. ഇനി കുറച്ചേ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതേ, ഞാൻ പഞ്ചസാര ഏലക്കായ് വേഗം പൊടിയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടാട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഈ സമയമാകുമ്പോഴാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അത് ഇട്ട് കൊടുക്കാനായിക്കണം. ഇനി നല്ലോണം ഇളക്കി ലാസ്റ്റ് നമുക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും വറുത്തിടട്ടോ. ഫൈനലായിട്ടാണ് അത് ചെയ്യേണ്ടത്.
അങ്ങനെ നമ്മൾ ചക്കയൊക്കെ അങ്ങനെ വേട്ടെ. കണ്ടില്ലേ, അപ്പോൾ നല്ല പാകമായി വരുന്നുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ നമുക്കറിയാം ഇന്ന് ചട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കടന്നിട്ട് ചെറിയ തീ കടന്നിട്ട് മൂപ്പായിട്ടില്ല കേട്ടോ, ഒരു മുക്കാ ഭാഗമായിട്ടുണ്ട്. ആ ഭാഗം കൂടി ശരിയാകാണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചീച്ച നെയ്യ് എന്തെങ്കിലും കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നടി പിടിക്കാതെ ഇങ്ങനെ അതിൽ നെയ്യ് ഇങ്ങനെ കക്കി കക്കി വരും, പുറത്തേക്ക് ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗെയ്സ് നമുക്കൊരു വാഴൻ്റെ ഇല ഇങ്ങനെ ചുറ്റിയിട്ടേ ഒന്ന് തൊട്ടൊക്കെ അതിന് ഒട്ടി പിടിക്കുന്നുണ്ടോന്ന്. ആയിട്ടില്ല കേട്ടോ, ഒട്ടി പിടിക്കുന്നുണ്ട്. ഇതിമൺ തൊടുമ്പോഴേ നമ്മൾ വാഴൻ്റെ ഇല കൊണ്ട് തൊട്ടുമ്പോൾ ഒട്ടി പിടിക്കാത്ത കോലത്തിലാണ്. അതാണ് അതിൻ്റെ മൂപ്പ് പാവട്ടോ. ഇതുണ്ട്, ഇപ്പോൾ ഇതൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടി മൂക്കാണ്ട്. നമ്മൾ വാഴൻ്റെ ഇല തൊടുമ്പോൾ അതിന്മേൽ തുള്ളി ഒട്ടൂല, അത് അങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ആഗോളം നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ആയിട്ടില്ല, കുറച്ച് നേരം കൂടി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഗെയ്സ് നമുക്കേ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊക്കെ പറ്റിയിട്ടേ ഒക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് വടിച്ചങ്ങാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ പാത്രം, ഇങ്ങനെയാണ്. ഇതൊക്കെ ഒന്ന് വടിച്ചേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഇതാട്ടോ ഇതിൻ്റെ ഒരു പാകം, നല്ല പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കിലോ അലുവണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി ഇതൊക്കെ ഇട്ടപ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൊള്ളൂ അല്ലേ. ഇതൊക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് പരത്തിയിട്ടേ നമുക്കൊരു വാഴൻ്റെ ഇല കൊണ്ടൊന്ന് അമർത്തി കൊടുക്കട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ ഇതിന് വരും. ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല. വാഴൻ്റെ ഇല അങ്ങനെ അമർത്തി കൊടുത്താലേ. കാണിച്ചു തരാം. എളുപ്പം തണുക്കൂട്ടോ, തണുത്തിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നിങ്ങളെ ചക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചക്ക കൊണ്ടൊക്കെ ഒരു അലുവ ഉണ്ടാക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു ഇഷ്ടപ്പെട്ടാൽ. ഇത് നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടത്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് ഇത്ര നന്നാവാറില്ല. ഇത് കുറച്ചുണ്ടാക്കിയപ്പോഴേ നമുക്ക് ഇളക്കാനൊക്കെ സുഖമായല്ലേ. കുറേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആകണം കുഴങ്ങകരം. കുറച്ചുണ്ടാക്കിയപ്പോൾ നല്ല ശരിയായിട്ടോ. അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ കുറേ ഉണ്ടാക്കണമെങ്കിൽ വലിയ ഉരുളിയൊക്കെ വെച്ച ഒരാളെയൊക്കെ വിളിച്ചിട്ട് ഇതാ വാഴൻ്റെ കൊണ്ട് അമർത്തിയപ്പോൾ കണ്ടില്ലേ, അല്ലേ അടിപൊളിയായി. മൊട്ടണമൊന്നുമില്ല, നല്ല പാകമാണ്. ഇത് അതിൻ്റെ പാകം അല്ലേ, നല്ല പാകമായിട്ടുണ്ട്. നിങ്ങൾ വാഴൻ്റെ ഇട്ടിട്ടൊന്ന് അമർത്തി നോക്കി, അപ്പോഴാണ് അതിൻ്റെ മൂപ്പ് നമുക്കറിയാം കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റ് മൂപ്പായിരിക്കും. അധികം മൂത്തൊക്കെ കരിഞ്ഞു പോകുള്ളൂ. ഇനി നമ്മൾ കുറച്ച് അണ്ടിയും മുതിരയും കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് വെക്കട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കാം തണുത്തിട്ട്. അങ്ങനെ നമ്മുടെ ഏറ്റവും പെർഫെക്റ്റായ അലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ച് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. ചക്കൻ്റെ സീസണാണോ, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ചക്ക. നമുക്ക് ചക്കയൊക്കെ ഒന്ന് മുറിച്ചെടുത്താലോ.